ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നാട്ടില്. നമ്മളൊന്ന് പേടിച്ചു പോയാലുണ്ടല്ലോ, തീർന്നു. ഞാൻ ശരിക്കും പേടിച്ചു. നീ ലോകം കണ്ടിട്ടില്ലല്ലോ. ഒരുമാതിരിപ്പെട്ട ഫ്രോഡുകൾക്കൊന്നും എന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. ഞാൻ ഇവന്മാരുടെ അപ്പനപ്പൂപ്പന്മാരെ കണ്ടിട്ടുള്ളതല്ലേ. എന്നാലും ആ പയ്യന്റെ ഒരു ധൈര്യേ. ഒരു പക്ഷേ ആള് മാറിയത് തന്നെ ആവും. ഏതായാലും ചെറിയൊരു മാനഹാനിക്ക് യോഗം ഉണ്ടായിരുന്നു അങ്ങ് തീർന്നെന്ന് വിചാരിച്ചാൽ മതി. കുരയ്ക്കണ്ട, എത്തിക്കഴിഞ്ഞു. ഓ ഹലോ, എന്നാ പഴനിസ്വാമി? എന്നിട്ട് വാഴകൾ എത്ര എണ്ണം പോയി? എടാ, രാത്രി നീ കൂട്ടിനാരെങ്കിലും വിളിച്ച് കിടത്ത്. എന്നിട്ട് തീട്ടോ പാട്ടോ കൊട്ടിയോ ഒക്കെ അതിനെ വിരട്ടി ഓടിക്കേ. അങ്ങനെയൊക്കെ അല്ലേ ആനെ ഓടിക്കുന്നത്? എന്നാ ഇലക്ട്രിക് ഫെൻസാ? എടാ, അതൊക്കെല്ലാം പെർമിഷൻ എല്ലാം വാങ്ങണം. ഞാൻ 2 നാളേക്കുള്ളിൽ അങ്ങ് വരാം. എന്ന് വെച്ചാൽ അട്ടപ്പാടി വരെ ചുമ്മാ വരാൻ പറ്റുമോ? 2 നാൾ അങ്ങേന്ന് എല്ലാം റെഡി പണി കൊടുത്തിട്ടില്ല. ഫോൺ വേടാ മുണ്ടാം. ചായ കുടിക്ക്. പിന്നെ വന്നേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കിട്ടുന്ന വണ്ടി കയറി സ്ഥലം വിട്ടോളാൻ. വണ്ടിക്കാരൊന്നും കേറ്റിയില്ല. അപ്പൊ കേറ്റുന്ന വണ്ടി വരുന്നിടം വരെ കാത്തിരിക്കണം. ഞാൻ കാത്തിരുന്നതാ. പുലർച്ചയ്ക്ക് പത്രം കൊണ്ടുവരുന്ന ജീപ്പുകാര് ആരാ എന്താന്ന് ചോദിച്ചു വരട്ടി. അപ്പോ അപ്പുറത്തെ തട്ടുകടക്കാര് അവരൊക്കെ കൂടി. അപ്പോ എനിക്ക് പേടിയായി. എന്നിട്ട് ഞാനുണ്ടായതൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരൊക്കെ കൂടി എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ നീ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി പിടിച്ചിറക്കി വിട്ടത് കൊണ്ട് വേറെയും ചില്ലർ അറിഞ്ഞു. ഇനിയും നീ ഒച്ച വെച്ചാ ഈ നാട് മുഴുവൻ അറിയാം. പച്ച കള്ളം പറഞ്ഞ അതും കേട്ട് ഞാൻ മിണ്ടായിരിക്കണോ? മോനാണെന്ന് പറഞ്ഞാൽ മതി. തെളിവ് വേണ്ടേ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് ഇങ്ങോട്ടെ. എന്താ ഈ ഫോട്ടോ നിന്റെ അല്ലേ? അതെ. ഇത് എത്ര കൊല്ലം മുമ്പ് എടുത്തതാ? ഒരു 10-18 കൊല്ലമായി കാണും. ശരിയാണല്ലോ. എന്റെ അമ്മ, പിന്നല്ലാതെ. വാ മോനെ, ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അയ്യോ, ഇത് ഇവന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അമ്മേ, ഇത് ബ്ലാക്ക് മെയിലിംഗാണ്. ഇത് ക്ലീൻ ബ്ലാക്ക് മെയിലിംഗാണ്. എവിടെ നിന്റെ അമ്മ? പറ, എവിടെ? അമ്മ പറ, നീ എന്തിനാ കിടന്ന് ഉള്ളത്? പറടാ, എവിടെ നിന്റെ അമ്മ? അമ്മ മരിച്ചിട്ട് 20 ദിവസമായി. ഇനി ചോദ്യം ചെയ്യലൊക്കെ പിന്നെ. ഇവൻ ഏതായാലും കുറെ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. പോയി കുളിക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. വേണ്ടാത്ത പുലിവാലൊന്നും എടുത്ത് തലേ വെക്കില്ലേ. നീ മിണ്ടരുത്. അവൻ പറയുന്നത് ശരിയോ തെറ്റോ. നമ്മുടെ വീട് അന്വേഷിച്ചു വന്ന ഒരാളും സങ്കടത്തോടെ ഇറങ്ങി പോവാൻ പാടില്ല. വാ. എപ്പോ? അപ്പേ, എന്താ നിന്റെ പേര്? ഓ, തമിഴ്നാട്ടിൽ നിന്നാണല്ലേ. ഉൻ പേരെന്നാ? കാർത്തികേയൻ. മുരുകന്റെ പേര്. അപ്പൊ ഹിന്ദു തന്നെ. അതെ, തമിഴ്നാട്ടിൽ എന്താ ഇടം? തമ്പി, இந்த ஊர் ரொம்ப மோசம். அது தெரியாம அழியன் கீழியன் மகன் மகளன்னൊക്കെ சொல்லி நிறைய பேர் இங்க வரும். ஆனா வந்தவரொന്നും வந்த மாதிரி திரும்பி போக மாட்டேன். போன வாரம் என்னை தேடி வந்தான் ஒருவன்.
சித்தப்பான்னு சொல்லிக்கிட்டு நான் ஒரே உத அவன் போன வழி புல்லு கூட முளைக்கல. அஜயன் எனக்கு ரொம்ப வேண்டியவன். நான் எது சொன்னாலும் கேட்பேன். என்கிட்ட சொல்லு, നീ എതുക്കാக ഇങ്ങ വന്നേൻ? എനിക്ക് പറയാനുള്ളതൊക്കെ പറയേണ്ടവർ പറഞ്ഞോളാം. നിങ്ങളുടെ സഹായം വേണ്ട, മനസ്സിലായോ? എന്റെ നോട്ടത്തിൽ ഈ കേസ് അത്ര പെട്ടെന്ന് തീരുന്ന ലക്ഷണം കാണുന്നില്ല. ആ സ്വർണം നാക്ക് വെച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. കാര്യം പറഞ്ഞ അപ്പൊ നാക്കിന് കുറ്റായി. എടാ, വകതിരിവോടെ ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ പറ്റൂ. ഏതായാലും ഞാൻ വിചാരിച്ച പോലെ അല്ല ചക്ക്. മണിയൻ എങ്ങനെയാ വിചാരിച്ചേ? കണ്ടാൽ ആള് നീർക്കോലി പോലെയല്ലേ ഉള്ളൂ. പക്ഷെ അവൻ നീർക്കോലി അല്ല, ഇച്ചിരി കൂടിയനോ. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ഈ വരവ്. വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാതെ മണിയേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയാവോ? ചോദിച്ചോ. അത് എന്താടി വായി നോക്കി നിൽക്കുന്ന? പൊടി അപ്പുറത്ത്. ആണുങ്ങൾ വർത്തനം പറയണത് വായി നോക്കി നിൽക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട്? ഇങ്ങനൊരു സാധനം. ഈ പയ്യന്റെ പ്രായം വെച്ച് നോക്കുമ്പോ അവൻ ജനിക്കുന്ന കാലത്ത് നീ മദ്രാസിലുണ്ട്. ഉണ്ടാവാം. ആ, അന്നറിയാതെ നിനക്ക് എന്തെങ്കിലും കയ്യബദ്ധം ഇതിന് കയ്യബദ്ധം എന്നാണോ പറയുന്നത്? അല്ല, അന്ന് ഏതെങ്കിലും പെണ്ണുമായിട്ട് പൊന്നേട്ടത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. അതെ. ഗുരുവായൂരപ്പനാണ്, നിങ്ങളുടെ കർത്താവാണ് സത്യം. ഇല്ല, നീ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയേ. പഴയ ആ പൂമ്പാറ്റക്കാലം, അന്നത്തെ കളികളുടെ അയ്യോ, കൂട്ടത്തിൽ. പൂമ്പാറ്റ പോയിട്ട് ഒരു പാറ്റ പോലും ഇല്ല എന്റെ ഭാര്യ. നിങ്ങളുടെയൊക്കെ മുമ്പ് ആളാവാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അല്ലടാ, ചിലപ്പോ ഉറക്കത്തില. ഒരു മിനിറ്റ്. ഹലോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പഴനിസ്വാമി, എന്തിനാടാ എപ്പോഴെപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന പുലിയാടാ. പിക്കടാ, പറയുവട്ടം മുണ്ടാം. ചമ്മന്തി എടുത്തില്ലല്ലോ. വേണ്ട. അതെന്താ, ചമ്മന്തി ഇഷ്ടമല്ലേ? അല്ല, ഇഡ്ഡലിയുടെ കൂടെ എനിക്ക് സാമ്പാർ ഇഷ്ടം. അയ്യേ, ഇത്രയും നല്ല സാമ്പാറുള്ളപ്പോ എന്തിനാ അമ്മ ചമ്മന്തി ഉണ്ടാക്കിയത്? ഇഡ്ഡലി സാമ്പാറും അതല്ലേ കോമ്പിനേഷൻ? പ്ലേറ്റ് അവിടെ വെച്ചോളൂ. അല്ല, ഞാൻ കഴിക്കോളാം. ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ശീല. ഇനി അന്നേക്ക് കൂടുതൽ സൽക്കരിച്ച് വഷളാക്കൊന്നും വേണ്ട. പറ്റിക്കൂടി നിൽക്കും. എവിടുന്നാ വന്നെന്ന് വെച്ചാ അങ്ങോട്ട് തന്നെ പൊയ്ക്കോട്ടെ വേഗം. എനിക്കെന്തോ ആ കുട്ടി പറയുന്നത് കള്ളാണ് തോന്നുന്നേയില്ല. പിന്നെ അജേട്ടനാണോ കള്ളം പറയുന്നേ? അങ്ങനെ വിശ്വസിക്കാനും ബുദ്ധിമുട്ട്. അമ്മായി ഇപ്പൊ സ്വന്തം മോനെ വിശ്വസിച്ചാ മതി. ആ, ഏതായാലും സത്യം എന്താണെന്ന് ബോധ്യപ്പെടുന്ന വരയ്ക്കും അവൻ ഇവിടെ നിന്നോട്ടെ. നമുക്ക് ഇത്തിരി കഞ്ഞീരിയും ചോറിന്റെയും ചെലവല്ലേ ഉള്ളൂ. ആ നിക്കുന്നതാ പയ്യൻ, നോക്കി. നിന്നോട് കാർ തുടയ്ക്കാൻ ആരാ പറഞ്ഞത്? ആകെ പൊടി പിടിച്ചിരുന്നപ്പോ. പൊടി പിടിച്ചു കിടന്നാ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതേ സ്മാർട്ട് ആവണ്ട. കാർ ഓടിക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. പണിയൊന്നും ചെയ്യാതെ ആരിന്നൊന്നും വാങ്ങരുതെന്ന് അമ്മ പറയാറുണ്ട്. ഞാനിവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലേ. ഭക്ഷണം തന്നതേ ഇവിടുത്തെ അമ്മയ്ക്ക് പാവം തോന്നിട്ടാ. നീയല്ല, വിശന്ന് വരുന്ന ആരായാലും ഇവിടുന്ന് ഭക്ഷണം കിട്ടും. അതൊരു അവകാശമായിട്ടൊന്നും എടുക്കണ്ട. സുനന്ദ, നീ ഇങ്ങോട്ട് പോര്. കണ്ടില്ലേ, കാർ തുടക്കിയ ഇവൻ എന്നാ ഇവിടുത്തെ ആളായത്? സൂചി കുത്താൻ ഇടം കൊടുക്കാൻ പാടില്ലാത്ത ടൈപ്പാ. ഈ നിലയ്ക്ക് പോയാ നാളെ ഈ വീടും പറമ്പും ഇവന്റെ പേരിൽ എഴുതി തരണമെന്ന് പറയല്ലോ. എവിടേക്കാ ബാഗൊക്കെ എടുത്ത്? ഞാൻ പോവാ. അവൾ എന്തോ പൊട്ടത്തരം പറഞ്ഞത് കേട്ടിട്ടാണോ? അത് മാത്രല്ല, ഞാനിവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാ. മരിക്കുന്നവരെ എൻ്റെ അമ്മ അച്ഛനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മകനുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ ഞാനായിട്ട്. നോക്ക്, ഞാനാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നീ പോണെങ്കിൽ ഞാൻ പറയും അജയന്റെ മോനെന്ന് പറഞ്ഞ നീ വന്നത് എന്ന് വെച്ചാൽ എന്റെ പേരക്കുട്ടി. നിന്റെ അമ്മമ്മയാ പറയുന്നെന്ന് വിചാരിച്ചാ മതി. പോണ്ട. എന്റെ ഗുരുവായൂരപ്പ,
അയ്യോ സുനന്ദേ ഒന്ന് ഓടിപ്പോയി പിടിച്ചേ. കണ്ടത്തിൽ ഇറങ്ങിയ നെല്ലൊക്കെ അങ്ങ് നാശാക്കും. ഞാൻ പിടിക്കാം. ഏയ് നിക്കവിടെ, നിക്കാനല്ല പറഞ്ഞേ. നിക്ക്, ഇവിടെ വാ. ഒരൊറ്റ ദിവസത്തേക്ക് ലീവ് എടുത്ത് വാ. ഇവിടെ ബാല, നിന്റെ വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ലീവ് എടുക്കില്ലേ? നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. അമ്മ അവനെ പേരക്കുട്ടിയായിട്ട് അങ്ങ് ഏറ്റെടുത്തിരിക്കുക. ഞാൻ പറയുന്നൊട്ട് വിശ്വസിക്കുന്നുമില്ല. ഇവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതൊക്കെ വലിയ കേസാവും. പിന്നെ കോടതി, വക്കീല്, നീ ആവുമ്പോൾ പോലീസുമായി മറ്റാരും അറിയത്തുമില്ല, കാര്യങ്ങൾ നടക്കും. സർക്കിള് സമ്മതിക്കും. ഞാൻ പറഞ്ഞത് നീ മറക്കല്ലേ? എന്താ ഏതാ? ആ, യൂണിഫോം, ജീപ്പ്, ഓക്കെ. ആ, ബാ ബാ ബാ. മണ്ണൂത്തിൽ നിന്നുള്ള കുറച്ച് ഓർഡറാ. അജയേട്ടാ, എന്താ നമ്മുടെ നാട്ടിൽ പഴയ പോലെ പൂമ്പാറ്റെ കാണാത്തെ? പൂവില്ലാഞ്ഞിട്ടോ തേനില്ലാഞ്ഞിട്ടോ? അത് ഈ കണ്ട കീടനാശിനികളൊക്കെ അടിച്ചവരൊക്കെ. നിനക്ക് പൂമ്പാറ്റ കാണാം? വേണ്ട. പൂമ്പാറ്റ കാണിച്ചു തരാടാ. വേണ്ടെന്നേ. നിനക്ക് പൂമ്പാറ്റ കാണിച്ചു തരാടാ. എന്താ കൂത്ത്? പൂമ്പാറ്റയെ കാണണം പോലും. ആ പുഴുക്കുത്തുള്ളതൊക്കെ മാറ്റി വെക്കി. അത് മാറ്റാം. മൂത്തത് മാത്രം പറിച്ചാ മതി. വണ്ടർഫുൾ. ഞാനതൊക്കെ ആദ്യമായിട്ട് കാണുക. നീ എന്താ പാവയ്ക്ക കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. സേലത്ത് വെക്കേഷനായി ഞാൻ താമസിക്കാറുള്ളത് ഒരു ശേഖര മാമന്റെ വീട്ടിലാ. മാമൻ എന്നും രാവിലെ പാവയ്ക്ക ജ്യൂസ് കുടിക്കും. പക്ഷെ അതൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതല്ലേ. ഇങ്ങനത്തെ ഒരു തോട്ടം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ വാ. ആരായി ശേഖരമാമൻ? ശേഖര മാമൻ അവിടെ ഒരു പാർസൽ ലോറിയുടെ ഡ്രൈവറാ. മാമനും ലതി ആൻറ്റീൻ്റെ എൻ്റെ മക്കളും. സ്കൂൾ അടച്ചാൽ ഹോസ്റ്റൽ തുറക്കുന്നവരെ ഞാൻ അവിടെ നിൽക്കുക. നീ പഠിച്ചത് മുഴുവനും സേലത്താണോ? LKG മുതൽ അവിടെയാ. അമ്മ എന്താ നിന്നെ കൂടെ കൊണ്ടുപോകാത്തെ മെഡ്രാസിലേക്ക്? കൊണ്ടുപോകാറില്ല. ആദ്യമൊക്കെ അമ്മ വന്നു പോകുമ്പോൾ ഞാൻ കരയുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാറില്ല. ഈ ശേഖരമാമനെ അറിയില്ല എന്താ കാരണമെന്ന്. കാർത്തിക്, അമ്മേനെ താമസിപ്പിക്കുന്ന മൂന്നാമത്തെ വീടാ ശേഖരമാമൻ്റെ. ആർക്കും അറിയില്ല അമ്മയുടെ പാസ്റ്റ് എന്താണെന്ന്. ഹോസ്റ്റലിലേക്ക് എന്നും വിളിക്കും. എൻ്റെ ശബ്ദം ഒന്ന് ഡള്ളായാൽ മതി, അമ്മ ഓടിയെത്തും. പിന്നെ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് താമസിച്ച് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി ഹാപ്പി ആക്കിയിട്ടേ തിരിച്ചു പോകും. 10th പരീക്ഷ കഴിയുന്ന ദിവസം എന്നെ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ ചെന്നൈയിലേക്ക്. എക്സാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ കാത്തിരുന്നു. പക്ഷേ അയ്യേ, ഇത്ര വലിയ കുട്ടികളൊക്കെ കരച്ചിൽ വരാൻ പാടുണ്ടോ? വാ വാ, നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. വാ വാ. നാണക്കേട്, വലിയ ചെക്കന്മാര് കരയോ? അയ്യേ.